സ്റ്റോക്ക് മാർക്കറ്റ് മലയാളത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഒരുപാട് സ്ട്രാറ്റജി വീഡിയോകൾ ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്രേക്കൗട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജിനെ പറ്റിയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല. ഇത് ബ്രേക്കൗട്ട് സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് ഈ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ബൈ കണ്ടീഷനുണ്ട്, സെൽ കണ്ടീഷനുണ്ട്. ആദ്യം നമുക്ക് ബൈ കണ്ടീഷനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ബൈ കണ്ടീഷൻ. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ ഉണ്ടല്ലോ, അത് ഭയങ്കര വലിയൊരു ക്യാൻഡിലായിരിക്കണം. അതിൻ്റെ ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസ് 2% കൂടുതലായിരിക്കണം. അതായിരിക്കും ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കണ്ടീഷൻ. അപ്പോൾ അടുത്ത കണ്ടീഷൻ സെക്കൻഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ, സെക്കൻഡ് ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിരിക്കണം. ആ ക്ലോസ് എന്ന് പറയുന്നതില്ലേ, ക്ലോസ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസിനും കാട്ടി മുകളിലായിരിക്കണം. നമ്മളിതിനെ യൂസ് ചെയ്യുന്നത് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഓക്കെ, അപ്പോൾ 9:45 നമ്മൾ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കണ്ടീഷൻ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ടാമത്തെ ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിൽ ബൈ എടുക്കാവുന്നതാണ്. അതിന് മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ബൈ ഇട്ട് വെച്ചേക്കാം. അതിനുശേഷം ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ബൈ ആക്റ്റീവ് ആവും. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെയാണ്. നമുക്കിനി ടാർഗറ്റ് 1:1 1:2 നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. അപ്പോൾ കണ്ടീഷൻ ഒന്നുകൂടി പറയാം. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ ഹൈയും ലോയും തമ്മിലുള്ള ഡിഫറൻസ് 2% കൂടുതലായിരിക്കണം. സെക്കൻഡ് 15 മിനിറ്റ് ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്തിരിക്കണം. അതിൻ്റെ ക്ലോസും ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസിനും കാട്ടി കൂടുതലായിരിക്കണം. ആ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 15 മിനിറ്റ് രണ്ടാമത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈക്ക് മുകളിൽ ബൈ ഇട്ട് വയ്ക്കാം. അതിനുശേഷം ഏതെങ്കിലും ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ എടുക്കാം. ഇനി നമുക്കിത് ചാർട്ടിൽ നോക്കാം. ഇതിപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടിൽ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് വന്ന് നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ക്യാൻഡിലാണ്. ഇത് 15 മിനിറ്റ് ഫസ്റ്റ് ക്യാൻഡിലാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2% കൂടുതലാണ്. അപ്പോൾ നമുക്കിവിടെ റൂളുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെഷറിംഗ് ടൂൾസ് ഉണ്ട്. ഇത് ഞാൻ ഫയേഴ്സിൻ്റെ വെബ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതുവരെ ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫയേഴ്സിൻ്റെ ചാർട്ട് ഇത്തിരി ബെറ്ററാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ മെഷറിംഗ് ടൂൾ കിട്ടും. അതിൽ നമുക്ക് ലോ തുടങ്ങി ഹൈ വരെ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാം 4% കാണാം. 86 രൂപയുടെ മൂവ്മെൻറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ബ്രാക്കറ്റിൽ നോക്കിയാൽ മതി, അവിടെ 4% മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്യാൻഡിലാണ്, 15 മിനിറ്റ് ക്യാൻഡിൽ. ഈ ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തേക്കാം. അപ്പോൾ ഹൈനെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസിനെ കട്ടി മുകളിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈക്ക് മുകളിൽ ബൈ ഇട്ടെടുക്കാം. അതുകൊണ്ടോ, അപ്പോൾ ഇതിന് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ബൈ ആണ്. അതേപോലെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ക്യാൻഡിലിൻ്റെ താഴെയാണ്. ഇത് നമുക്ക് സ്റ്റോപ്പ് ലോസും ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടോ, മൂന്നാമത്തെ ക്യാൻഡിൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്ത് കയറിപ്പോയിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നമ്മൾ വേറെ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തേർഡ് ക്യാൻഡിൽ, അതായത് മൂന്നാമത്തെ ക്യാൻഡിൽ ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല, നാലാമത്തെ ക്യാൻഡിലും ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്യണം. പിന്നുള്ളത് കോൾസൽ റിസ്ക് ആണ്. അതായത് അടുത്ത 30 മിനിറ്റ് ട്രേഡ് ഇതിൻ്റെ ഉള്ളിലാണ്, ഈ റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് എടുക്കണമെങ്കിൽ നിങ്ങൾ ആ ഓർഡർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേക്കാം. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റൽ ഉണ്ട്. ഇനി എയ്ച്ചർ മോട്ടർ നോക്കാം. എയ്ച്ചർ മോട്ടറിൻ്റെ ഈ കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയ്ച്ചർ മോട്ടർ നോക്കിയാൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ബിഗ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ആ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് 5% മേലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ മാച്ച് ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹൈനെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഹൈനെ ബ്രേക്ക്, ഫസ്റ്റ് ക്യാൻഡിലിന് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ക്ലോസ് എന്ന് പറയുന്നത് ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിനും കാട്ടി മുകളിലായിരിക്കണം. അപ്പോൾ ഈ കണ്ടീഷനും മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ നമുക്ക് ബൈ ഇട്ട് വെച്ചേക്കാം. കണ്ടോ, താഴെ സ്റ്റോപ്പ് ലോസ്. അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം കയറിപ്പോയി. കണ്ടോ, ഈ ഒരു സ്റ്റോക്ക് കൂടി വന്നിട്ടുണ്ട്, ജൂബിൽ ഫുഡ്. ജൂബിൽ ഫുഡ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡിൽ മെഷർമെൻറ്റ് എടുക്കാം. അത് മെഷർ ചെയ്യുമ്പോൾ കാണാം നമുക്കൊരു 3% മേലെയാണ്. അതിനുശേഷം സെക്കൻഡ് ക്യാൻഡിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ക്ലോസ് എന്ന് പറയുന്നത് ഈ ക്ലോസിനെ കാട്ടി മുകളിലാണ്, ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിൻ്റെ ഹൈക്ക് മുകളിൽ നമുക്ക് ബൈ എടുക്കാം. താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാം. കണ്ടോ, അതിനുശേഷം കയറിപ്പോയിരിക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്സാണ് കഴിഞ്ഞ ദിവസം മാച്ച് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിനി സെൽ കണ്ടീഷനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ബൈ കണ്ടീഷനാണ്. സെൽ കണ്ടീഷൻ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് ആദ്യത്തെ ക്യാൻഡിൽ 2% കൂടുതൽ മൈനസ് ആയിരിക്കണം.
പിന്നെ നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാൻഡിലിനെ ലോവിനെ ബ്രേക്ക് ചെയ്തിരിക്കണം. അതുപോലെ ക്ലോസ് നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസിനെ കാട്ടി ചെറുതായിരിക്കണം. അങ്ങനെ കണ്ടീഷനാണെങ്കിൽ നമുക്ക് അങ്ങനെ ലോ മാർക്ക് ചെയ്യാം. ആ ലോയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. ഇതിന് മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ബൈയും ഇട്ട് വയ്ക്കാം. അപ്പോൾ ആ കണ്ടീഷൻ മാച്ച് ചെയ്ത് 2 സ്റ്റോക്കുകളാണ് വന്നിട്ടുള്ളത്. ഒന്ന് അമരരാജ ബാറ്ററിയാണ്. അമരരാജ ബാറ്ററി ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം, ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു 2% മുകളിലാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ മാച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞത് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് എത്തുന്നുണ്ട്, ക്ലോസ് ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസിനെ കാട്ടി താഴെയാണ്. അപ്പോൾ ഇതിന് ലോയ്ക്ക് താഴെ മാർക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെല്ലായിട്ടുണ്ട്. കണ്ടോ, മാർക്കറ്റ് താഴേക്കാണ് പോന്നിരിക്കുന്നത്. ഈ ഭാരത് ഫോർജ്, ഇപ്പോൾ ഭാരത് ഫോർജ് നമ്മൾ നോക്കിയാൽ കാണാം, നമ്മുടെ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ക്യാൻഡിലിൻ്റെ മെഷർമെൻ്റ് ആണ്. ആ മെഷർ ചെയ്യുന്നത് ഒരു 2% മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ മാച്ചാണ്. സെക്കൻഡ് ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ക്ലോസും ഫസ്റ്റ് ക്യാൻഡിലെ ക്ലോസിന് താഴെയാണ്. അപ്പോൾ നമുക്ക് ലോയ്ക്ക് താഴെ സെല്ലാണ്. കണ്ടോ, ലോ ബ്രേക്ക് ചെയ്തപ്പോൾ സെൽ പോയി താഴേക്കാണ് പോയിരിക്കുന്നത് മാർക്കറ്റ്. സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ സ്ട്രാറ്റജി നമുക്ക് പറയുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ലൈവ് മാർക്കറ്റിൽ ഈ കണ്ടീഷനൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. ഏതൊക്കെ സ്റ്റോക്കുകൾ ഏതൊക്കെ ടൈമിലാണ് വരുമെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്കൊരു സ്കാനറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലൂടെ ഇതിനെപ്പറ്റിയുള്ള സ്കാനർ എങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് സ്കാനർ നിർമ്മിച്ചെടുക്കാം എന്ന് ഉള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്കൊരു 9:45 തന്നെ ഈ കണ്ടീഷൻ മാച്ച് ചെയ്ത സ്റ്റോക്കുകൾ നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ആ സ്റ്റോക്കുകൾ മാത്രം അതിൻ്റെ ബ്രേക്കൗട്ട് വാച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.